നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശരിയാ, സമ്മതിച്ചു. അവാർഡ് കൊടുക്കേണ്ടത് ഇവിടെ മനോഹരമായി പാടിയ ചാമയ്ക്ക. അതാ വേണ്ടത്. ശരിയാണ്, ശരിയാ, അത് മതി. പക്ഷെ വിസ്മയ അത് അംഗീകരിക്കൂ, പിന്നെ വിവാദമാവില്ലേ? അതിനാണോ വഴിയില്ലാത്തത്? വസുന്ധര മേഡവും വിസ്മയും കൂടെ ചേർന്ന് ചാമയ്ക്ക് അവാർഡ് കൊടുക്കട്ടെ. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അതെ, അത് നല്ല ഐഡിയ. ശരി, സമ്മതിച്ചു. എന്നാൽ ഈ വിവരം സെക്രട്ടറി എന്നെ അനൗൺസ് ചെയ്തോളൂ. അത് ചെയ്യാം. ഇപ്പൊ വിസ്മയോട് സംസാരിച്ച് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കണ്ട. ഒരു ന്യൂട്രലിൽ വിസ്മയെ കൂടെ കൂട്ടി അവാർഡ് കൊടുപ്പിക്കാം. എന്താ? അത് മതി. നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥനയെ മാനിച്ച് നമ്മൾ നൽകുന്ന ഈ വർഷത്തെ ഏറ്റവും പ്രശസ്ത ഗായികയ്ക്കുള്ള അവാർഡ് ഉടൻ വിതരണം ചെയ്യും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. എല്ലാവരുടെയും അഭ്യർത്ഥനയെ മാനിച്ച് മനോഹരമായ ഒരു ഗാനം ആലപിച്ച് നമ്മളെ എല്ലാം വിസ്മയിപ്പിച്ച ശ്യാമയെയും ക്ഷണിക്കുന്നു. മാഡം ക്ഷമിക്കണം. അവാർഡ് കാര്യത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ ഞങ്ങൾ നിർബന്ധിതരായി. പ്രശസ്ത ഗായികയ്ക്കുള്ള അവാർഡ് വസുന്ധര മേഡവും വിസ്മയയും ചേർന്ന് ശ്യാമയ്ക്ക് കൊടുക്കണം. അല്ല, അത് പിന്നെ ഞങ്ങളുടെ ട്രസ്റ്റിന്റെ തീരുമാനം അങ്ങനെ. ഓഡിയൻസിന്റെ ഇഷ്ടം ഞങ്ങൾ മാനിക്കുക. കൊടുക്കൂ, കൊടുത്തോളൂ. ശ്യാമയ്ക്ക് അവാർഡ് കൊടുത്തോളൂ. കൊടുക്കൂ. ശ്യാമയ്ക്ക് അവാർഡ് കൊടുത്തോളൂ. പ്ലീസ് മാഡം, കൊടുക്കൂ. വിസ്മയമായി ചേർന്ന് കൊടുക്കൂ. എന്താമ്മേ, എന്താന്ന് പറ, കേക്കട്ടെ. അത് ഫംഗ്ഷന് പോയപ്പോ
ഫംഗ്ഷൻ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു വന്നതാ. എന്നാലും അങ്ങനെ വരാൻ ഒന്നുമില്ല. നമ്മള് സമ്മതിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ശ്യാമ വെറുതെ അല്ല കൃഷ്ണനെ തൊഴുന്നേ. ആ കടാക്ഷം അവൾക്കൊപ്പം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അവിടെ നടന്നതൊക്കെ ഇപ്പോഴും ഒരു മായ പോലെ എനിക്ക് തോന്നുന്നേ. എന്തായാലും ഇന്നൊരു കാര്യം എനിക്ക് ഉറപ്പായി. അന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് അരുന്ധതി ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം വെറും ഷോയായിരുന്നു. എന്റെ അഖിമോനും ആനന്ദേട്ടനും പറഞ്ഞതാ ശരി. വിസ്മയ്ക്ക് വേണ്ടി അവാർഡ് കിട്ടിയ ആ പാട്ട് ഉൾപ്പെടെ പാടിക്കൊടുത്തത് ശ്യാമയാ. ആ വിസ്മയ വെറും ഡമ്മിയാ. അത്ര മനോഹരമായ ശബ്ദം നൽകി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ശ്യാമയാ. ഞാനന്ന് ഫംഗ്ഷൻ ഇവിടെ വെച്ച് ശ്യാമയാക്കിയും ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. അതോർത്ത് എനിക്കിപ്പോ വല്ലാത്ത വിഷമം തോന്നാ. അഖിയും ശ്യാമയും ആ അവാർഡുമായിട്ട് എന്റെ മുന്നിൽ വന്ന് ഞാൻ ചെയ്തതിനെല്ലാം ആളുകളുടെ മുന്നിൽ വെച്ച് പകരം ചോദിക്കുമെന്ന് ഞാൻ ഭയന്നു. പക്ഷേ ദൈവഭാഗ്യം കൊണ്ടാവാം അതുണ്ടായില്ല. അത് അഖിയുടെയും ശ്യാമയുടെയും മനസ്സിന്റെ നന്മ ഉണ്ട്. അവിടെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്തിന്റെ പേരിലായാലും ശരി സ്വന്തം അമ്മയെ ഇൻസൾട്ട് ചെയ്താൽ അതിന്റെ കുറച്ചിൽ അവർക്കാണെന്ന ബോധം രണ്ടാൾക്കും ഉണ്ട്. അതാ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും വസുവിനോടുള്ള സ്നേഹവും ബഹുമാനവും രണ്ടാളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് ശ്യാമയുടെ അക്കിയുടെയും മഹത്വമായി നമ്മൾ കാണേണ്ടത്. തെറ്റാർക്കും പറ്റാം. അങ്ങനെ ശ്യാമയുടെ പേരിലൊരു സംശയം വസുവിനുണ്ടായി. ഇപ്പോൾ അത് ശരിക്കും മനസ്സിലാവുകയും ചെയ്തു. ഇനി വേണ്ടത് പറ്റിപ്പോയ തെറ്റ് തിരുത്തുക. അതിനെന്താ വേണ്ടതെന്ന് ആലോചിക്കുക. അതാ ഒരു അമ്മയെന്ന നിലയിൽ വസുവിന് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് അഖിയും ശ്യാമയും തിരിച്ചു വിളിക്കുന്നതിനെ കുറിച്ചാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.